ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സീസണുകളായിട്ട് വളരെയധികം സ്ട്രഗിളിങ്ങോടുകൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാനേജേഴ്സ് വന്നു, ഒരുപാട് സൈനിങ് ചെയ്തു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടൊരു സക്സസ് ആവാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് റിട്ടൺ ഹാഗിനെ കുറിച്ച് റിട്ടൺ ഹാഗിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അയാക്സിൽ നിന്നും വമ്പൻ ഹൈപ്പോട് കൂടിയാണ് റിട്ടൺ ഹാഗിനെ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിലായാലും ഡച്ച് ലീഗിലായാലും അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എല്ലാവരും കണ്ടതാണ്. ആ ഒരു പെർഫോമൻസ് തന്നെയാണ് യുണൈറ്റഡ് ആരാധകരും പ്രീമിയർ ലീഗിലേക്ക് വരുന്ന സമയത്ത് ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സക്സസ് ആവാൻ പറ്റിയില്ല? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെതായ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. അദ്ദേഹം സൈൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയി എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ പ്ലെയറിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്, ലിസാൻഡ്രോ മാർട്ടിനസ്. കാരണം ലിസാൻഡ്രോ മാർട്ടിനസിനെ സൈൻ ചെയ്യുന്നു എന്നുള്ള റൂമേഴ്സ് വരുന്ന ആ ഒരു സമയം തൊട്ടിട്ട് യുണൈറ്റഡിൽ നിന്ന് വമ്പൻ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, കാരണം സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വേണ്ടിയാണ് ടെൻ ഹാഗ് ലിസാൻഡ്രോ മാർട്ടിനസിന് സൈൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. കാരണം ഇത്രയും നമ്പർ 1 പ്രീമിയർ ലീഗിലേക്ക്, കാരണം ഇത്രയും കോമ്പറ്റീറ്റീവായിട്ടുള്ള ലീഗിലേക്ക് ഈ ഒരു ഹൈറ്റ് കുറഞ്ഞ പ്ലെയറിനെ കൊണ്ടുവന്നാൽ സക്സസ് ആവുമോ എന്നുള്ളൊരു പേടി എല്ലാ യുണൈറ്റഡ് ആരാധകർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി യുണൈറ്റഡ് സൈൻ ചെയ്തു. അദ്ദേഹം ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. എല്ലാം ഓവർകം ചെയ്തു. കാരണം അതും അത്ര വലിയ ലീഗിലും, ഡച്ച് ലീഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ടഫസ്റ്റ് ലീഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കും പേഴ്സണലി എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ലിസാൻഡ്രോ മാർട്ടിനസിനെ പോലത്തുള്ള ഒരു പ്ലെയർ പെട്ടെന്നൊരു പ്രീമിയർ ലീഗിൽ വരുമ്പോൾ എങ്ങനെ സക്സസ് ആവും? എനിക്ക് തോന്നുന്നു അർജൻറ്റീനൻ സ്ക്വാഡിൽ പോലും ആ സമയത്ത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ്, കാരണം സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് അധികം, മെയിൻ സ്ക്വാഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു പ്ലെയറിനെ എങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ പെട്ടെന്ന് തന്നെ, അതും യുണൈറ്റഡ് പോലുള്ളൊരു ക്ലബിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ സക്സസ് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് പ്രൂവ് ചെയ്തു. പിന്നീട് ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അലയാൻഡ്രോ ഗർണാച്ചോ. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ സമയത്ത് അണ്ടർ 19 വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അലയാൻഡ്രോ ഗർണാച്ചോനെ ഫുൾ ക്രെഡിറ്റും അത് റിട്ടൺ ഹാഗിനുള്ളതാണ്. കാരണം റിട്ടൺ ഹാഗ് വളർത്തിക്കൊണ്ട് വന്നിട്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു റിട്ടൺ ഹാഗ് പോയതിന് ശേഷവും നെസ്റ്റൽ റോയ് വന്നു. ആ സമയത്തും ഞാൻ നോക്കിയിരുന്നു, കാരണം നെസ്റ്റൽ റോയ് ഗർണാച്ചോ യൂസ് ചെയ്യുമോ. അതുപോലെ തന്നെ നെസ്റ്റൽ റോയ് പോയതിന് ശേഷം അമോറിം, ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അമോറിം സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോർട്ടിങ്ങിൻ്റെ പെർഫോമൻസ് എല്ലാവരും കണ്ടതാണ്. അമോറിമിൻ്റെ കീഴിൽ ഏത് ലെവലിലാണ് അവർ പെർഫോം ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ എനിക്ക് റിട്ടൺ ഹാഗിനെ ഉണ്ടായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു 2 കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ നെസ്റ്റൽ റോയ് വന്നു. എനിക്ക് ഭയങ്കര അധികം ഫീൽ ചെയ്തൊരു, കാരണം കുറച്ചുകൂടി സമയം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നെസ്റ്റൽ റോയ് ചിലപ്പോൾ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേനെ. കാരണം വെറും അസിസ്റ്റൻ്റ് കോച്ചായിട്ടാണ് നെസ്റ്റൽ റോയ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അതും ടെൻ ഹാഗിൻ്റെ കീഴിലാണ് ആദ്യം തന്നെ പെർഫോം ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു പ്ലെയർ ആയിരുന്നു നെസ്റ്റൽ റോയ്. പ്ലെയർ അല്ല, കോച്ചായിരുന്നു. അതിനുശേഷം എല്ലാവരും വെയിറ്റ് ചെയ്ത മാച്ചസ് ആയിരുന്നു ടെൻ ഹാഗ് പോയതിന് ശേഷം നെസ്റ്റൽ റോയിയുടെ ആ ഒരു ഗെയിം പ്ലേ എങ്ങനെ ആയിരിക്കും, റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ
ഇപ്പോൾ നമ്മൾ ലിസാൻഡ്രോ മാർട്ടിനസിനെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്താണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അവിടുന്ന് പോയത്. കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പോയ സമയത്ത് എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തു. കാരണം കുറച്ചുകൂടി സമയം കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാമായിരുന്നു എന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. അതിന് ശേഷമാണ് അമോറിം വന്നത്. അമോറിം റിട്ടൻ ഹാഗിനെ പറഞ്ഞ പോലെ തന്നെ അത്രയും നല്ലൊരു ഹൈപ്പിലുള്ള ഒരു മാനേജർ തന്നെയാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള ചാമ്പ്യൻസ് ലീഗ് ഞങ്ങൾ കണ്ടതാണ്, സിറ്റിയുടെ കൂടെയുള്ള കളി ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആ സമയത്തും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ എനിക്ക് അത്ര വലിയ പ്രതീക്ഷ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ 2-3 മാച്ചസുകളായിട്ട് വലിയ രീതിയിൽ സക്സസ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും അധികം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് അമോറിം ഇപ്പം മുമ്പോട്ട് വെക്കുന്ന ടീമിനെ ഇനി കാത്തിരുന്ന് കാണാം. ഇന്ന് നൈറ്റ് യുണൈറ്റഡിൻ്റെ മാച്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.